ഇന്ന് മുട്ട മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് വെറും 5 മിനിറ്റ് മതി. ഒന്നും വേണ്ട, നമ്മുടെ ചായ തിളയ്ക്കാൻ അപ്പുറത്ത് വെച്ച് അത് തിളച്ച് വരുന്ന മുന്നേ നമ്മുടെ സ്നാക്ക് റെഡിയാവും. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം. മാത്രമല്ല ഇത് ഒരെണ്ണം ഉണ്ടാക്കിയാൽ രണ്ടെണ്ണം രണ്ടായിട്ട് കഴിക്കാം കേട്ടോ. ഒരു പകുതി എടുത്ത് ഒരാൾക്കും പകുതി ഒരാൾക്കും കഴിക്കാം, അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനൊരു ട്രാവൽ വ്ളോഗിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ അങ്ങനെ ഒരു ഫ്രൂട്ട് സ്ട്രീറ്റ് ഇങ്ങനെ കാണിക്കുന്നതിന് ഇടയിൽ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് മൊത്തത്തിൽ നമുക്ക് 3 മുട്ടയാണ് വേണ്ടത്. അതിലൊരു മുട്ട ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞതും തക്കാളി കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞത്, അതുപോലെ തന്നെ മല്ലിയില ഇത്ര ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാണ്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല. അതിൽ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി, മുളക് പൊടി 1 സ്പൂണും ചിക്കൻ മസാല 1 സ്പൂണാണ് മൊത്തം എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല രീതിക്ക് തന്നെ ബീറ്റ് ചെയ്യണം. ഈ മസാല ഇതിൽ മിക്സ് ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കടായിയാണ് വേണ്ടത്. നമ്മൾ ഈ കടുകൊക്കെ വറുക്കാൻ ഉപയോഗിക്കുന്ന കുഞ്ഞി കടായില്ലേ, അതാണ് കേട്ടോ വേണ്ടത്. എന്നാലേ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളെടുത്ത് ഈ വെള്ളയപ്പൊക്കെ ചൂടുന്ന നല്ല കുഴിയുള്ള ചട്ടി ഉണ്ടാവില്ല, ഇരുമ്പിൻ്റെ ഒക്കെ ചട്ടിയിൽ നല്ല കുഴിയില്ല, അതുപോലെ നല്ല കുഴിയുള്ള ചട്ടിയാണെങ്കിൽ അതിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തുനിന്നും ആക്കി കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ വേണം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ടേൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഇനി ഞാൻ പറയുന്നത് വരെ ഈ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. അപ്പോൾ അത്രയും സമയം ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഈ മുട്ട ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ നിർബന്ധമാണ്. എന്നിട്ട് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആ മുട്ട ഒഴിക്കുമ്പോൾ അതിൽ പോയി വീഴുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ അതവിടെ ഇരിക്കണം. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയോ പരത്തി കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല. ഈ ഒഴിക്കുന്ന രീതി എങ്ങനെയാണോ അതേപോലെ തന്നെ അത് അവിടെ ഇരിക്കുക, അനക്കേ ചെയ്യരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പുഴുങ്ങിയ മുട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 3 മുട്ടയിൽ 1 പുഴുങ്ങിയതാണ്. അത് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിലുള്ള ബാക്കിയൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് സവാള, അതുപോലെ തന്നെ തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില ഇത്ര ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മുളക് കടിക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ മുളകും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് 3ാമത്തെ മുട്ട അത് നമ്മൾ ഈ പുഴുങ്ങിയ മുട്ടേൻ്റെ മുകളിൽ പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ ഇതുപോലെയാണ് വരിക. അപ്പോൾ ഈ മഞ്ഞക്കരു ഉണ്ടല്ലോ, ആ കരു 1 സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതൊന്ന് കലങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഓവർ ഇളക്കരുത്, അടിഭാഗം പൊട്ടിപ്പോവരുത് കേട്ടോ. ആദ്യം ഒഴിച്ച മുട്ടേൻ്റെ കൂട്ടുണ്ടല്ലോ അത് പൊട്ടാൻ പാടില്ല. അപ്പോൾ ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ കലക്കി കൊടുക്കുക. ഇനി നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഒരു സൈഡിൽ മാത്രമായാൽ പല സൈഡിലും പല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ സൈഡിലും ആവുന്ന രീതിക്ക് ബാക്കി മസാല ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ മേലിട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. ഇനി നമുക്കിതിനെ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചട്ടകത്തിൽ മാക്സിമം ഈ പുഴുങ്ങിയ മുട്ട ഉണ്ടല്ലോ അത് മാക്സിമം നമ്മുടെ ചട്ടകത്തിനുള്ളിൽ കയറി ഇരിക്കുന്ന രീതിയിൽ ഇതിനെ പതുക്കെ കോരിയെടുത്തിട്ട് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഇനി ലോ ഫ്ലെയിമിൽ വെക്കുക. ഇപ്പം നോക്കിയാൽ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കാണിച്ചത് കണ്ടോ. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ അതിനുള്ളിലായിട്ടുണ്ട്, പുഴുങ്ങിയ മുട്ട കണ്ടോ. അപ്പം നമ്മൾ തിരിച്ചിടുമ്പോൾ ബാക്കിയുള്ള മുട്ടേൻ്റെ ഇതിൽ ഇത് കവറായി പോയതാണ്. ഇനി ഇതിനെ തിരിച്ചും മറിച്ചൊക്കെ എടുക്കുക. പെട്ടെന്നായി കിട്ടും. നല്ല പഞ്ഞി പോലെ വീർത്ത് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ മുട്ട ഉണ്ടാവുമല്ലോ, ഇപ്പം തന്നെ പോയിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരേ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യാണ്. അടിപൊളിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ, അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ അത് നോക്കിയേ, നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.